സ്വാഗതം ഒരിക്കൽ കൂടി ന്യൂസ് തിയേറ്ററിലേക്ക്. കേരളം ഞെട്ടലോടെ കേട്ട മറ്റൊരു കാര്യമാണ്, ഹർത്താൽ അല്ലാതെ മറ്റൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം എക്സൈസ് കമ്മീഷണറായിട്ടുള്ള ഋഷിരാജ് സിംഗ് വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, അതായത് കേരളം മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ വലിയ ഇതിലേക്ക് പോകുന്നു. അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന രണ്ടാമത്തെ സംസ്ഥാനമായി കേരളം മാറുന്നു എന്നുള്ള ഒരു വിവരമാണ് കഴിഞ്ഞ ദിവസം ഋഷിരാജ് സിംഗ് തന്നെ പുറത്തുവിട്ടത്. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടും കുറേ അധികം കാര്യങ്ങളും അദ്ദേഹം പുറത്തുവിട്ടിട്ടുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മയക്കുമരുന്ന് ഉപയോഗം മാത്രമല്ല, കേരളത്തിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോലും മയക്കുമരുന്ന് കയറ്റുമതി ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളൊരു വിവരം കൂടി അദ്ദേഹം പറയുകയാണ്. അതിൽ തന്നെ ഇതിൻ്റെ ഒരു ഹബ്ബായി കൊച്ചി മാറിയിരിക്കുന്നു എന്നുകൂടി പറഞ്ഞു. കഴിഞ്ഞ കുറേ നാളുകളായി കേരളം ചർച്ച ചെയ്യുകയാണ്. കുറേ അധികം ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ അടക്കം സംസ്ഥാന സർക്കാർ അടക്കം നടത്തുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ എണ്ണത്തിലൊന്നും ഒരു കുറവ് വരുത്താൻ കഴിഞ്ഞിട്ടില്ല. കുട്ടികളടക്കം, സ്കൂൾ വിദ്യാർത്ഥികളടക്കം ഇതിൻ്റെ വലയിലാകുന്നു എന്നുള്ളതാണ് നമ്മളേറെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യം. പല വഴികളിലൂടെയാണ് ഈ മാഫിയ നമുക്കിടയിൽ പിടിമുറുക്കിയിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള വഴികളിലേക്ക് പോയി നമ്മുടെ പുതുതലമുറയെ അപ്പാടെ വിഴുങ്ങാൻ ശക്തിയുള്ള ഒന്നായി മയക്കുമരുന്ന് മാഫിയ മാറിയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഋഷിരാജ് സിംഗ് കഴിഞ്ഞ ദിവസം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. പാൻ പരാഗ്, പാൻ മസാല, ജർദ, കുട്ടിക്ക, ഖേനി എന്നാണ് അവർ തുടങ്ങുന്നത്. പിന്നെ കഞ്ചാവുണ്ട്, LSD സ്റ്റിക്കറുണ്ട്, മാജിക് മഷ്റൂമുണ്ട്. എന്തോ അത് മാത്രം ഇത് കഴിയാത്തത് കൊണ്ട് ഇത് ഇപ്പോൾ നൈട്രോജൻ പാം, ഡയസ് പാം, ബെനാഡ്രിൽ, കോറക്സ് ഏതോ സാധനം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പോയി അത് വാങ്ങുക, കഴിക്കുക. ആ അവസ്ഥയിലാണ് നാം ഇപ്പോൾ ഇരിക്കുന്നത്. തങ്ങൾക്ക് വേണ്ടത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഗുളികൾ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരു നിയമമുണ്ട്. അതോ ഇവർ പാലിപ്പിക്കാനുണ്ടോ ഇല്ലയോ എന്ന് താങ്കൾ അതോ നാട്ടുകാരോട് ഏത് രീതിയിൽ താങ്കൾക്ക് പറയാൻ കഴിയും അത് പറയുക. ഏതോ ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഇങ്ങനെ ഒരു ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഈ പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സാണ് ഇപ്പോൾ പേരെടുത്തിരിക്കുന്നത്. ഇത് കൊടുക്കാനാണെങ്കിൽ ആ ഇൻഫോർമേഷൻ ഞങ്ങളെ തരണം. ഞങ്ങൾ ആ കട ഡ്രഗ് ഇൻസ്പെക്ടർ കൊണ്ട് ആ കട ഞങ്ങൾ റെയ്ഡ് ചെയ്തിട്ട് അവരായിട്ട് നടപടിയെടുക്കും. കഴിഞ്ഞ വർഷം 27 കടകളാണ് ഞങ്ങൾ പൂട്ടിയത്. ഇറ്റ്സ് എ സീരിയസ് പ്രോബ്ലം. റൈറ്റ്, അതാണ് ഋഷിരാജ് സിംഗ്, എക്സൈസ് കമ്മീഷണറായ ഋഷിരാജ് സിംഗ് ഇക്കാര്യത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഇതിലുണ്ടായിട്ടുള്ള ഒരു വർധന, അതിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ മാത്രമേ ഒരുപക്ഷെ നമുക്കതിൻ്റെ ഭീകരത മനസ്സിലാക്കാൻ സാധിക്കൂ. ചില കണക്കുകളിലേക്ക് കൂടി കഴിഞ്ഞ ദിവസം സർക്കാർ തന്നെ പുറത്തുവിട്ടതുമായി ബന്ധപ്പെട്ട ചില കണക്കുകളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. അതായത് മയക്കുമരുന്ന് ഉപയോഗത്തിൽ കേരളം രാജ്യത്ത് തന്നെ രണ്ടാമതെത്തി നിൽക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന 2018 പുറത്തുവരുന്ന ഡാറ്റ പ്രകാരം മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ വർഷം മാത്രം പിടികൂടിയത് 800 കോടിയുടെ ലഹരി വസ്തുക്കളാണ് സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ നിന്ന് പിടികൂടിയത്. 800 കോടിയുടെ, അതിൽ തന്നെ 1000 ടൺ പുകയില ഉൽപ്പന്നങ്ങൾ ഉണ്ട് എന്നുകൂടി ഈ കണക്കുകൾ പറയുകയാണ്. മറ്റു പ്രധാനപ്പെട്ട കാര്യം 1900 കിലോ കഞ്ചാവ് വിവിധ ഇടങ്ങളിൽ നിന്നായി പിടികൂടി. ഓരോ ദിവസവും നമ്മൾ വിവിധ ഇടങ്ങളിൽ നിന്ന് കഞ്ചാവ് പിടികൂടുന്ന വാർത്ത നിത്യവും കേൾക്കുകയാണ്. 2200-ലധികം കഞ്ചാവ് ചെടി നശിപ്പിക്കുന്ന ഒരു സാഹചര്യവും എക്സൈസ് വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. 65 കിലോ ഹാഷിഷ് ഓയിൽ പിടികൂടിയിട്ടുണ്ട്. ഒപ്പം തന്നെ 32 കിലോ MDMA. ഇങ്ങനെ നൂതനമായിട്ടുള്ള രീതിയിലുള്ള പരീക്ഷണങ്ങൾ, മയക്കുമരുന്നുകൾ നമ്മുടെ തലമുറകൾക്കിടയിൽ പുതുതലമുറയിലേക്ക് എത്തിക്കുകയാണ്. 32 കിലോ MDMA പിടികൂടിയിട്ടുണ്ട്. ഇനി നമുക്ക് കേസുകളിൽ വന്നിട്ടുള്ള വർധനവ് നോക്കാം. 2014 ഈ മയക്കുമരുന്ന് ഉപയോഗവും ലഹരിക്കടത്തുമൊക്കെ ആയിട്ട് വെറും 900 കേസുകൾ മാത്രമാണ് ഉണ്ടായത്. പക്ഷേ 2018 എത്തുമ്പോൾ അതിൻ്റെ കണക്ക് ഭീമമായ രീതിയിൽ വർദ്ധിക്കുകയാണ്. അതായത് 7700-ൽ 3 വർഷം കൊണ്ട് ഇത്ര വലിയൊരു വർധന ഈ കേസുകളിൽ ഉണ്ടാകുന്നു. 2018, അതായത് കഴിഞ്ഞ വർഷം, പോയ വർഷം 7802-ലധികം ആളുകളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വിവിധ ഇടങ്ങളിൽ അറസ്റ്റിലായത്. ഇനിയും നിരവധി ആളുകൾ അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകാനുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മറ്റ് രാജ്യങ്ങളിലേക്ക് മയക്കുമരുന്ന് കയറ്റി അയക്കുന്നത് കൊച്ചി വഴിയാണ് എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടി വരുന്നു. കൊച്ചി ഇതിൻ്റെ ഒരു പ്രധാന ഹബ്ബായി പ്രവർത്തിക്കുന്നുവെന്നാണ് എക്സൈസ് വകുപ്പ് തന്നെ പുറത്തുവിടുന്ന കണക്കുകൾ. മലേഷ്യ, ഫിലിപ്പൈൻസ്, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിലേക്ക് മയക്കുമരുന്നിൻ്റെ വിവിധ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നത് കൊച്ചി കേന്ദ്രീകരിച്ചാണ്. മെഡിക്കൽ ഷോപ്പുകൾ, നേരത്തെ ഋഷിരാജ് സിംഗ് പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, മെഡിക്കൽ ഷോപ്പുകൾ വഴി പോലും ഇതിൻ്റെ വ്യാപനം വലിയ രീതിയിൽ നടക്കുന്നുവെന്നാണ്. അതായത് ഡോക്ടർമാരുടെ കുറിപ്പില്ലാതെ നൽകരുത് എന്ന് നിയമത്തിൽ തന്നെ പറയുന്ന പല മരുന്നുകളും കുട്ടികൾക്ക് പോലും യഥേഷ്ടം നമ്മുടെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് നൽകുന്നു. ഇതിനെതിരെ കർശന നടപടി എക്സൈസ് വകുപ്പ് സ്വീകരിക്കും. അതിന് കൃത്യമായിട്ടുള്ള
പരിശോധനകൾ നടക്കുന്നുണ്ട്. 27 മെഡിക്കൽ ഷോപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ എക്സൈസ് വകുപ്പ് തന്നെ പൂട്ടിച്ചു എന്നും പറയുകയാണ്. അതായത് പരിശോധനകളില്ലാതെയാണ് ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള പരിശോധനയോ ഒന്നുമില്ലാതെയാണ് മെഡിക്കൽ ഷോപ്പുകൾ പറയുന്നത്. ഇതിൽ ശക്തമായിട്ടുള്ള പരിശോധന നടത്തുന്നു. 45 ഡ്രഗ് ഇൻസ്പെക്ടർമാർ ഇതിനു വേണ്ടി മാത്രം കേരളത്തിലുണ്ട്. പക്ഷേ പരിശോധനകൾ എത്രമാത്രം നടത്തിയാലും ഇതിൻ്റെ വർധനവിലൊരു കുറവുണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതിൽ ഈ ഉദ്യോഗസ്ഥരുടെ ഒരു അഭാവം അല്ലെങ്കിൽ ഒരു കുറവുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. 20,000-ലധികം മെഡിക്കൽ ഷോപ്പുകൾ ഈ 45 അല്ലെങ്കിൽ വളരെ കുറവ് വരുന്ന മെഡിക്കൽ ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വ്യാപനം വലിയ രീതിയിൽ തടയാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി അല്ലെങ്കിൽ ഇത് വ്യാപിപ്പിക്കുന്നതിന് ഒരു പരിശോധനയോ ഒരു നിയന്ത്രണവും ഇല്ലാതെ മരുന്നുകൾ നൽകുന്നതിൽ നമ്മളെ മെഡിക്കൽ ഷോപ്പുകൾക്ക് വലിയ വീഴ്ച പറ്റുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ നേരത്തെ തന്നെ വലിയ ചർച്ചയായതാണ് കേരളത്തിൽ. എന്തായാലും കൊച്ചിയിൽ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം നടത്തി. ഞങ്ങളുടെ പ്രതി ഷബ്ന സിയാദ് അതുമായി ബന്ധപ്പെട്ട് മെഡിക്കൽ ഷോപ്പുകളിലടക്കം ചില അന്വേഷണം നടത്തി. എന്നാലും ഷബ്ന തയ്യാറാക്കിയ ആ റിപ്പോർട്ട് കൂടി നമുക്ക് കാണാം. മയക്കുമരുന്നിന്റെ ഉപയോഗം കുട്ടികളിൽ വ്യാപകമായി വർദ്ധിക്കുന്നു എന്ന വാർത്തകൾ ദിനേന വരുന്നതാണ്. എന്നാൽ എക്സൈസ് കമ്മീഷണർ തന്നെ ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നു ഇപ്പോൾ. എന്നാൽ ബ്രൗൺ ഷുഗർ പോലെയുള്ള മയക്കുമരുന്നുകളല്ല ഇപ്പോൾ കുട്ടികൾ ഉപയോഗിക്കുന്നത്. പകരം മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് ലഭിക്കുന്ന ചില മരുന്നുകളുടെ രൂപത്തിലുള്ള ചില ലഹരി വസ്തുക്കളാണ് കുട്ടികൾ വ്യാപകമായി ഉപയോഗിക്കുന്നത് എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നൈട്രാസെപ്പാം, ഡയസ്പാം, ബെനാഡിൽ തുടങ്ങിയ മരുന്നുകളാണ് കുട്ടികൾ ഇത്തരത്തിൽ ലഹരിക്കായി ഉപയോഗിക്കുന്നത് എന്നതാണ് ഇപ്പോൾ നമ്മളുടെ ഒരു അന്വേഷണത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അത് ചില മെഡിക്കൽ ഷോപ്പ് ഉടമകളും ഇത് സ്ഥിരീകരിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. അത്തരത്തിൽ വ്യാപകമായി കുട്ടികൾ ഈ മരുന്നുകൾ അന്വേഷിച്ച് അവരവരുടെ മെഡിക്കൽ ഷോപ്പുകളിൽ എത്തുന്നുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പഴയതിനേക്കാളും ഇത് ആവശ്യപ്പെട്ട് വരുന്നവരുടെ ഇത് വർദ്ധിച്ചു വരികയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും വർദ്ധിച്ച് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. ഒരു 20-25 പ്രായത്തിനുള്ള 20-25 മധ്യ പ്രായമുള്ള പിള്ളേരുകളാണ് കൂടുതൽ വന്ന് കണ്ടിട്ടുള്ളത്, ചോദിച്ചു വരാറുള്ളത്. ഡെയിലി ഇല്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവർ വരുന്നുണ്ട്. പഴയതിനേക്കാളും വർദ്ധിച്ച തോതിലാണ് അത് കാണുന്നത്. പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ അന്നത്തെ ഡേറ്റ് തന്നെ ആയിരിക്കണം, കൃത്യമായിട്ടുള്ള ഡോക്ടറിൻ്റെ ഫോർമാറ്റിലായിരിക്കണം. ചിലവർ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്, സംഗതി ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ടുണ്ട് ഇവർ തന്നെ എഴുതി കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മയക്കത്തിന് തുല്യമായിട്ടുള്ള ഒരു രീതിയാണ് എന്നാണ് പൊതുവേ കേട്ടിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് മയങ്ങി നടക്കുക. വളരെയധികം വില കുറവാണ് ഇങ്ങനത്തെ മരുന്നുകൾക്ക്. അതുകൊണ്ട് അത് വളരെയധികം ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ഇത്തരം മരുന്നുകൾ മെഡിക്കൽ ഷോപ്പ് ഉടമകൾ നൽകാൻ പാടില്ല എന്നതാണ് നിയമം. എന്നാൽ പല മെഡിക്കൽ ഷോപ്പ് ഉടമകളും ഈ നിയമം പാലിക്കുന്നില്ല. തന്നെയുമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുട്ടികൾ കൂടുതലായി ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിന് ഒരു കാരണം ചെറിയ പൈസയ്ക്ക്, അതായത് 10 ഗുളികകൾ 40 രൂപയ്ക്ക് വരെ ലഭിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അത്തരത്തിൽ ചെറിയ പൈസയ്ക്ക് ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കാം എന്ന ഒരു സൗകര്യവും ഇതിൽ കാണുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യാപകമായി കുട്ടികളിൽ ഇത്തരം മെഡിക്കൽ ഷോപ്പുകൾ വഴി ഇത്തരം മരുന്നുകൾ ലഹരിയായി ഉപയോഗിക്കുന്നത് കൂടുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബെനാഡിൽ അടക്കമുള്ള കപ്പ് സിറപ്പുകൾ, അതിലും ചെറിയ തോതിൽ ലഹരി വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് എന്ന് തന്നെ ആ ബോട്ടിലിൽ തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള കപ്പ് സിറപ്പുകൾ അടക്കം കുട്ടികൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം ചില ഡോക്ടറുടെ കുറിപ്പടികൾ വ്യാജമായി തയ്യാറാക്കി വരെ മെഡിക്കൽ ഷോപ്പുകളിൽ എത്തുന്ന ഒരവസ്ഥയുണ്ട്. കുട്ടികൾ ഇത്തരത്തിൽ വ്യാപകമായി ഇത് ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ വർഷം, അതായത് ഈ 2018 എക്സൈസ് വകുപ്പ് മെഡിക്കൽ ഷോപ്പുകൾ വഴി പരിശോധന നടത്തിയിരുന്നു. ഇത് 27 മെഡിക്കൽ ഷോപ്പുകളെ ഇത്തരത്തിൽ പൂട്ടേണ്ട ഒരു അവസ്ഥയിൽ വന്നിട്ടുണ്ട്. കാരണം പരിശോധനയിൽ ഇവർ ഇത്തരത്തിലുള്ള മരുന്നുകൾ കുട്ടികൾക്ക് പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ തന്നെ നൽകുന്നു എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് എക്സൈസ് വകുപ്പ് തന്നെ 27 മെഡിക്കൽ ഷോപ്പുകൾ സംസ്ഥാനത്ത് പൂട്ടിയിട്ടുണ്ട്. എന്നാൽ ഇത് വ്യാപകമായ ഒരു പരിശോധന എക്സൈസ് വകുപ്പിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നോ നടത്താൻ കഴിയാത്ത ഒരു അവസ്ഥയും ഉണ്ട്.
45 ഡ്രഗ് ഇൻസ്പെക്ടർമാർ മാത്രമാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. എന്നാൽ മെഡിക്കൽ ഷോപ്പുകളുടെ എണ്ണം 20,000-ലും മുകളിലാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും മെഡിക്കൽ ഷോപ്പുകൾ അത്തരത്തിൽ വലിയ ജാഗ്രത പുലർത്തേണ്ട ഒരു ഘട്ടമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാധ്യതകളിലേക്കാണ്, സൂചനകളിലേക്കാണ് ഈ റിപ്പോർട്ട് മൊത്തം പോകുന്നത്. നമ്മുടെ പുതുതലമുറ വലിയ രീതിയിൽ ചതിയിൽ അകപ്പെടാൻ സാധ്യതയുള്ള രീതിയിലേക്ക് ഇതിന്റെ കണ്ണികൾ നീണ്ടുപോകുന്നു. നമ്മുടെ സർക്കാർ സംവിധാനങ്ങളടക്കം കൃത്യമായ ജാഗ്രത ഇക്കാര്യത്തിൽ പുലർത്തണമെന്നാണ് ഈ പുറത്തുവരുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്.